പ്രിയമുള്ളവരെ, വചനജ്വാല 1575 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ 23 ചൊവ്വാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ലോകം മുഴുവനുമുള്ള സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള രക്ഷകന്റെ ആഗമനത്തിന്റെ സ്മരണ പുതുക്കുന്ന ക്രിസ്തുമസിന് ലോകം മുഴുവനും ഒരുങ്ങി നിൽക്കുന്ന ഈ സുദിനത്തിൽ പുൽക്കൂട്ടിൽ പിറക്കുന്ന ഉണ്ണിയേശു നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്നത്തെ വചന വായനയിൽ ഏശയ്യായുടെ പുസ്തകം 34 അധ്യായം 1 മുതൽ 17 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ഏദോമിന് നാശം. ജനതകളെ, ജനപദങ്ങളെ അടുത്തു വരുവിൻ, ശ്രദ്ധിച്ചു കേൾക്കുവിൻ. ഭൂമിയും അതിലുള്ളവയും ശ്രവിക്കട്ടെ, ലോകവും അതിൽ നിന്ന് പുറപ്പെടുന്നവയും ശ്രദ്ധിക്കട്ടെ. എല്ലാ ജനതകളുടെയും നേരെ കർത്താവ് കോപിച്ചിരിക്കുന്നു. അവരുടെ സർവ്വ സൈന്യങ്ങളുടെയും നേരെ അവിടുത്തെ കോപം ആഞ്ഞടിക്കുന്നു. അവിടുന്ന് അവരെ വിധിച്ചിരിക്കുന്നു, അവരെ കൊലക്കേൽപ്പിച്ചിരിക്കുന്നു. അവരുടെ വിധിക്കപ്പെട്ടവർ വലിച്ചെറിയപ്പെടുകയും മൃതശരീരത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുകയും ചെയ്യും. പർവ്വതങ്ങളിൽ അവരുടെ രക്തം ഒഴുകും. ആകാശ സൈന്യങ്ങൾ തകർന്നു നശിക്കും. ആകാശത്തെ ചുരുൾ പോലെ തെറുക്കും. മുന്തിരിച്ചെടിയിൽ നിന്നും അത്തിമരത്തിൽ നിന്നും ഇല കൊഴിയുന്നതുപോലെ അവരുടെ സൈന്യങ്ങൾ വീണുപോകും. എന്തെന്നാൽ എൻ്റെ വാൾ ആകാശങ്ങളിൽ വെച്ച് മതിയാവോളം പാനം ചെയ്തിരിക്കുന്നു. ഏദോമിന്റെ മേൽ ഞാൻ നാശത്തിന് വിധിച്ചിരിക്കുന്ന ജനതയുടെ മേൽ ശിക്ഷ നടപ്പാക്കാൻ ഇതാ അത് ഇറങ്ങി വരുന്നു. കർത്താവിനൊരു വാളുണ്ട്, രക്തം കുടിച്ചതിന് മതിയായിരിക്കുന്നു. അത് മേധസ് ഭക്ഷിച്ച് ചെടിച്ചിരിക്കുന്നു. കുഞ്ഞാടുകളുടെയും കോലാടുകളുടെയും രക്തം കൊണ്ട്, മുട്ടാടുകളുടെ വൃക്കകളുടെ കൊഴുപ്പ് കൊണ്ടും തന്നെ. എന്തെന്നാൽ കർത്താവിന് ബൊസ്രായിൽ ഒരു ബലിയും ഏദോമിൽ ഒരു മഹാസംഹാരവുമുണ്ട്. അവയോടുകൂടി കാട്ടുപോത്തുകളും കാളക്കുറ്റന്മാരും കാളക്കുട്ടികളും വീഴും. അവരുടെ ദേശം രക്തം കൊണ്ട് കുതിരും. അവരുടെ മണ്ണ് കൊഴുപ്പ് കൊണ്ട് ഫലപുഷ്ടിയുള്ളതാകും. കർത്താവിന് പ്രതികാരത്തിന്റെ ദിനവും സിയോനു വേണ്ടി പകരം വീട്ടുന്നൊരു വത്സരവുമുണ്ട്. ഏദോമിലെ നദികൾ കീലും അവരുടെ മണ്ണ് ഗന്ധകവും അവരുടെ ദേശം കത്തുന്ന കീലും ആയി മാറും. രാവും പകലും അത് കെടാതെ എരിയും. അതിൻ്റെ പുക എന്നും ഉയർന്നുകൊണ്ടേയിരിക്കും. തലമുറകളോളം അത് ശൂന്യമായി കിടക്കും. ആരും ഇനി ഒരിക്കലും അതിലൂടെ കടന്നു പോവുകയില്ല. കഴുകനും മുള്ളംപന്നിയും അത് കൈവശമാക്കും. മൂങ്ങയും മലങ്കാക്കയും അവിടെ വസിക്കും. അവിടുന്ന് സംഭ്രാന്തിയുടെ ചരടുകൊണ്ട് അതിനെ അളക്കും. ശൂന്യതയുടെ തൂക്കുകട്ട അതിന്റെ കുലീനന്മാരുടെ മേൽ തൂക്കും. അത് ഒരു രാജ്യമല്ലാതാകും. അവരുടെ രാജാക്കന്മാർ ശൂന്യതയിൽ ലയിക്കും. അതിന്റെ കോട്ടകളിൽ മുൾച്ചെടികൾ വളരും. അതിന്റെ ദുർഗങ്ങളിൽ തൂവയും ഞെരിഞ്ഞിലും മുളയ്ക്കും. അത് കുറുക്കന്മാരുടെ സങ്കേതവും ഒട്ടകപ്പക്ഷികളുടെ താവളവും ആക്കും. കാട്ടുപൂച്ചയും കഴുതപ്പുലിയും ഏറ്റുമുട്ടും. കാട്ടാടുകൾ പരസ്പരം പോരിന് വിളിക്കും. രാത്രിയിൽ
ദുർമന്ത്രവാദിനി അവിടെ ഇറങ്ങി വിശ്രമ സങ്കേതം കണ്ടെത്തും. അവിടെ മൂങ്ങ കൂടുകെട്ടി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിച്ച് ചിറകിൻ കീഴിൽ അവളെ പോറ്റും. അവിടെ പരുന്തുകൾ ഇണയോടൊത്ത് വിഹരിക്കും. കർത്താവിന്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ചു വായിക്കുക, ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. എന്തെന്നാൽ കർത്താവിന്റെ അധരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു. അവിടുന്ന് അവയ്ക്ക് വേണ്ടി നറുക്കിട്ടു. അവിടുത്തെ കരം ചരടുകൊണ്ട് അളന്നു തിരിച്ച് അത് അവയ്ക്ക് നൽകിയിട്ടുണ്ട്. അവ എന്നേക്കുമായി അത് കൈവശമാക്കും. തലമുറകളോളം അവ അതിൽ വസിക്കും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ജോൺ കാൻഷിയൂസിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. 1395 സൈലേഷ്യയിൽ കെൻട്രി എന്ന പ്രദേശത്ത് ജനനം. ക്രാക്കോ നഗരത്തിൽ സർവകലാശാല വിദ്യാഭ്യാസം. അനന്തരം വൈദികനും വിശുദ്ധ ഗ്രന്ഥാധ്യാപകനുമായി. വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്കുണ്ടാകുന്നത് പോലെ വിരോധികൾ ജോണിനെ കോളേജിൽ നിന്നും പുറത്താക്കി. ഫാദർ ജോൺ ഓൾക്കൂൾസിലെ വികാരിയായി. കുറെ കാലം കഴിഞ്ഞാണ് ഇടവകക്കാർ അദ്ദേഹത്തെ മനസ്സിലാക്കിയത്. കുറെ വർഷങ്ങൾക്ക് ശേഷം ക്ലാക്കോയിലേക്ക് മടങ്ങി. ഫാദർ ജോൺ വിനീതനും കൃപാലുവുമായി. അദ്ദേഹത്തിന്റെ പണവും വസ്തുക്കളും ദരിദ്രർക്കുള്ളതായിരുന്നു. മാംസം ഭക്ഷിച്ചിരുന്നില്ല, തറയിലാണ് കിടന്നുറങ്ങിയിരുന്നത്. തുർക്കികളുടെ കരങ്ങളാൽ രക്തസാക്ഷിത്വം വരിക്കാമെന്ന് കരുതി ജെറൂസലേമിലേക്ക് തീർത്ഥയാത്ര നടത്തി. ഭാണ്ഡം പുറത്തു വഹിച്ച് 4 പ്രാവശ്യം റോമായിലേക്ക് തീർത്ഥാടനം ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ കൊള്ളക്കാർ പണം മുഴുവനും കൊള്ളയടിച്ചു. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്ന് മറുപടി പറഞ്ഞു. കൊള്ളക്കാർ പോയപ്പോൾ കുറച്ച് നാണയങ്ങൾ തന്റെ മേലങ്കിയിൽ തയ്ച്ചു വെച്ചിരുന്നത് കണ്ട് അവരെ തിരികെ വിളിച്ച് കൊടുത്തപ്പോൾ ആശ്ചര്യപ്പെട്ട് കൊള്ള വസ്തുക്കൾ വരെ തിരികെ കൊടുത്തു. പ്രിയമുള്ളവരെ, 78-ാം വയസ്സിൽ ക്രാക്കോയിൽ വെച്ച് ഫാദർ ജോൺ നിര്യാതനായി. വിശുദ്ധ ജോൺ കാൻഷിയൂസിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.